നടിയെ ആക്രമിച്ച കേസിൽ കഥ തുടരുമത്രേ. ഒരു ത്രില്ലർ സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സ് ആണ് ദിലീപ് അറസ്റ്റിലായതോടെ മലയാളി കണ്ടതെങ്കിൽ ആ നീതിയിലേക്കുള്ള പരമ്പരയിൽ ആന്റി ക്ലൈമാക്സും വീണ്ടും ക്ലൈമാക്സും അങ്ങനെ കഥ തുടരുകയാണ്. ആലുവയിലെ ആ VIP പറയുമെന്ന അധമനായ പൾസർ പറയുമ്പോൾ ആ VIP എന്താണ് മിണ്ടാതിരിക്കുന്നത്? ആ VIPയുടെ നാവുകളായ അപ്പുണ്ണിയാകട്ടെ ഒളിവിലും. പിടിമുറുക്കി പോലീസും ആത്മവിശ്വാസത്തോടെ ദിലീപിന്റെ പിന്നാലെയുണ്ട്. പൾസറിനോട് നഗ്നചിത്രങ്ങൾ ആവശ്യപ്പെട്ടെന്ന് ദിലീപിന്റെ വായിൽ നിന്ന് അന്വേഷണ സംഘം ചോർത്തിയോ? അങ്ങനെയെങ്കിൽ ന്യൂസ് ആൻഡ് വ്യൂസിന്റെ ചോദ്യങ്ങൾ ഇതൊക്കെ. മഞ്ജു വാര്യരെ സാക്ഷിയാക്കാനുള്ള നീക്കം എങ്ങനെ കേസിനെ സഹായിക്കും? പൾസർ പറഞ്ഞതുപോലെ VIPക്ക് പറയാനുള്ളത് എന്ത്? VIP മൗനിയാകുന്നത് എന്തുകൊണ്ട്? ഫോൺ കൈമാറിയതടക്കം കൂടുതൽ കാര്യങ്ങൾ VIP പറയുമെന്ന് പൾസർ പറഞ്ഞതിന്റെ അർത്ഥമെന്ത്? പുതിയേ ആയിട്ടുള്ളൂ എന്ന് പൾസർ പറഞ്ഞത് വെളിവാക്കുന്നത് എന്തൊക്കെ? ഇത്യാദി ചോദ്യങ്ങളാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ശ്രീമതി ആനി രാജ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അഡ്വക്കേറ്റ് അജിത് ശാസ്തമംഗലം, മാധ്യമപ്രവർത്തകൻ റജി ലൂക്കോസ്, ഒപ്പം നിരീക്ഷകനായി ശ്രീ ഭാസ് സുരേന്ദ്ര ബാബുവും നമ്മോടൊപ്പമുണ്ട്. ഒപ്പം ദീദി ദാമോദരനും ഷോൺ ജോർജും സജി നന്ദ്യത്തും ടെലഫോണിലും നമ്മുടെ ചർച്ചയെ സജീവമാക്കും. ആദ്യം ഇന്നത്തെ വാർത്ത കാണാം. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കുന്ന കാര്യം ആലുവ ജയിലിൽ കഴിയുന്ന VIP പറയട്ടെ എന്നാണ് പൾസർ സുനി പറഞ്ഞത്. കഥയുടെ പകുതി മാത്രമേ ആയിട്ടുള്ളൂ എന്നും സുനി മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയ പൾസർ സുനിയുടെ റിമാൻഡ് കാലാവധി അടുത്ത മാസം 1-ാം തീയതി വരെ നീട്ടി. സുനിയുടെ ജാമ്യാപേക്ഷ മറ്റന്നാളാണ് ഇനി പരിഗണിക്കുക. പൾസർ സുനി ഉൾപ്പെടെ 7 പ്രതികളുടെ റിമാൻഡ് കാലാവധിയാണ് ഓഗസ്റ്റ് 1 വരെ നീട്ടിയത്. സുനിയുടെ ജാമ്യാപേക്ഷ വ്യാഴാഴ്ച പരിഗണിക്കും. ഇതേ കേസിലെ മറ്റ് പ്രതികളുടെ ജാമ്യാപേക്ഷയ്ക്കൊപ്പം പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് വാദം 20-ാം തീയതിയിലേക്ക് മാറ്റിയത്. അതേസമയം കേസിൽ കഥ പാതി വഴിയിലേ ആയിട്ടുള്ളൂവെന്ന് സുനി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനിയും പിടികൂടാൻ ആരാണുള്ളതെന്ന് ആലുവ ജയിലിൽ കഴിയുന്ന VIP പറയട്ടെ എന്നും കോടതിയിൽ നിന്നും തിരികെ പോകുമ്പോൾ സുനി പ്രതികരിച്ചു. കേസിൽ ഇനിയും പ്രതികൾ അറസ്റ്റിലാകാനുണ്ടെന്ന് സുനിയുടെ അഭിഭാഷകൻ BA ആളൂരും വ്യക്തമാക്കി. സുനിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച അപേക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സുനിൽകുമാറിന്റെ ആവശ്യപ്രകാരം ഇന്ന് ഒരു ജാമ്യാപേക്ഷ നൽകിയെന്ന് മാത്രമല്ല, ഈ പറയുന്ന രഹസ്യമൊഴിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രതിയുമായി ഒന്നുകൂടി സംസാരിച്ച് പ്രതിയുടെ നിർദ്ദേശപ്രകാരം അടുത്ത ദിവസങ്ങളിൽ രഹസ്യമൊഴിക്കുള്ള അപേക്ഷ നൽകുന്നതായിരിക്കും. കേസിൽ താൻ നിരപരാധിയാണെന്ന് സുനിയുടെ സഹതടവുകാരനായ വിഷ്ണുവും കോടതി വെളുപ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ കാക്കാട്ട് ജയിലിൽ സുനിക്ക് കത്തെഴുതാൻ സഹായിച്ച 10-ാം പ്രതി വിപിൻ ലാലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തൊഴിൽ തട്ടിപ്പ് കേസിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന വിപിൻ ലാലിനെ അവിടെ എത്തിയാണ് പെരുമ്പാവൂർ CI ബൈജു പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതേസമയം പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പ്രതീഷ് ചാക്കോയെ ഏൽപ്പിച്ചുവെന്നാണ് സുനിയുടെ മൊഴി. പ്രതീഷ് ചാക്കോ ഇപ്പോൾ ഒളിവിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ആദ്യമായി ശ്രീമതി ആനി രാജയിലേക്ക്. ശ്രീമതി ആനി രാജ, അതായത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവമാണ്. കേരള സമൂഹം മുഴുവൻ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ നിർഭയയ്ക്ക് ശേഷം ഒരു പ്രത്യേക മാനം കൈവന്ന ദിശ. ഇതിനൊക്കെ ശേഷം കേരളത്തിൽ സംഭവിക്കുന്ന ഇത്രയേറെ പരിഷ്കൃതമെന്ന് സ്വയം അവകാശപ്പെടുന്ന കേരളത്തിലുണ്ടായ സംഭവവികാസങ്ങളാണ് ഇത്ര ഗൗരവമായി ഈ ചർച്ചയെ തുടർച്ചയിലാക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ ഒരു സിനിമാ നടിയോ നടനോ ഉൾപ്പെട്ടതുകൊണ്ടല്ല. അങ്ങനെ ചില വാദങ്ങൾ, ചില കോണുകൾ ഉന്നയിക്കുന്നു. അതിനുള്ള മറുപടി കൂടിയാണത്. അങ്ങനെ ഒരു ആമുഖം പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീമതി ആനി രാജയോട് ഞാൻ ചോദിക്കട്ടെ, കഥ പകുതിയേ ആയിട്ടുള്ളൂ, ബാക്കിയുള്ളവ VIP പറയുമെന്ന് ഇന്ന് പൾസർ സുനി പറഞ്ഞതിൻ്റെ അർത്ഥം എങ്ങനെയൊക്കെയാണ് വിവക്ഷിക്കേണ്ടത്? അല്ല, താങ്കൾ പറഞ്ഞതിലൊരു ചെറിയ തിരുത്തു വരുത്താൻ കൂടി ഞാൻ ആഗ്രഹിക്കുക. തുടക്കത്തിൽ ഇത് ഒരു കേരളത്തിലെ അതുപോലെ തന്നെ തെന്നിന്ത്യയിലെയും അറിയപ്പെടുന്ന ഒരു നടനും നടിയും ഉൾപ്പെട്ട കേസായതുകൊണ്ട് കൂടി തന്നെയാണ് ഇതിന് ഇത്രയേറെ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത്. കാരണം ഇത്തരത്തിൽ അറിയപ്പെടുന്ന ഒരു നടിക്ക് ഇതാണ് ഇത്തരത്തിലൊരു ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. പക്ഷെ ആ അനുഭവത്തിന് ശേഷം അതിന്റെ കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് ഭരണകൂടവും പോലീസും വീഴ്ച വരുത്തുകയാണ് എങ്കിൽ അത് ഈ രാജ്യത്തെ തന്നെ സാധാരണക്കാരായ സ്ത്രീകളിലും പെൺകുട്ടികളിലും ഉണ്ടാക്കാവുന്ന ഒരു ഭീതി
അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അല്ലാതെ നടിയായതുകൊണ്ട് ഇത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഇത് അതുകൊണ്ട് തന്നെയാണ് ദേശീയ മഹിളാ ഫെഡറേഷൻ ആവശ്യപ്പെടുന്ന ഈ കേസ് സമയബന്ധിതമായി ഇതിന്റെ അന്വേഷണം നടത്തി അതിന്റെ ബാക്കി ലീഗൽ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഈ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കണം സമയബന്ധിതമായി എന്ന് പറയുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടി അതുകൊണ്ട് തന്നെയാണ്. നടിയായതുകൊണ്ട് മാത്രം അവർക്ക് ഈ രാജ്യത്ത് ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നീതി വേണം, അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ ഈ കേസിൽ ഇങ്ങനെ ഒരു അഡീഷണൽ വസ്തുത കൂടി ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തീർച്ചയായും താങ്കൾ ചോദിച്ച ആ കാര്യത്തിലേക്ക് വരികയാണ്. ഈ കഥ പകുതിയായേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് പോലീസും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് അതുകൊണ്ട് തന്നെയാണ് അന്വേഷിക്കുന്നത്. അപ്പം സുനി എന്ന് പറഞ്ഞ കാര്യവും പോലീസിന്റെ സുനി എന്ന് പറഞ്ഞ കാര്യം വെച്ച് പരിശോധിക്കുമ്പോൾ പോലീസ് ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും. തീർച്ചയായിട്ടും ഈ ഒരൊറ്റ സംഭവം മാറ്റിവെച്ചാൽ നടൻ ദിലീപിനെ കുറിച്ച് ഉയർന്നു വരുന്ന അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി വിവിധ ചാനലുകളിൽ വിവിധ ആളുകൾ വന്നിരുന്ന് അവരുടെ അനുഭവ കഥ പറയുന്നത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ മാഫിയയുടെ നേതാവായിരുന്നു അയാൾ എന്നുള്ള കാര്യമാണ് വെളിച്ചത്ത് വരുന്നത്. അതായത് ഈ യഥാർത്ഥ പ്രതിയെയും യഥാർത്ഥ ആൾക്കാരെയും പിടിക്കണം. നേരത്തെ താങ്കൾ പറഞ്ഞു താങ്കൾ നേതൃത്വം നൽകുന്ന സംഘടന, അതിന് സമാനമായ ഇടതുപക്ഷ മഹിളാ സംഘടനകൾ അല്ലെങ്കിൽ ഇടതുപക്ഷം എല്ലാം ഈ യഥാർത്ഥ പ്രതിയെ പിടിക്കണം എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊരു പക്ഷേ അന്വേഷണത്തിന്റെ ഒരു ദിശയാണ്. ആ യഥാർത്ഥ പ്രതിയെ പിടിച്ചില്ലെങ്കിൽ സ്വാഭാവികമായി റദ്ദാവുക ആ പെൺകുട്ടിക്ക് കിട്ടുന്ന നീതിയാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതിലൊരു സംശയം സ്വാഭാവികമായും ചിലർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഗ്രൂപ്പ് പോരോ സിനിമയിലെ മാഫിയ പ്രവർത്തനമോ അല്ലെങ്കിൽ ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുള്ള കഥയോ ഒക്കെ ദിലീപിനുണ്ടാകാം. അതുകൊണ്ട് ഇത് ദിലീപ് ചെയ്തു എന്ന് വരണമെന്നില്ല. അതുകൊണ്ട് ദിലീപിനെ അങ്ങനെ മുൻവിധിയോടുകൂടി മുമ്പോട്ട് പോകുന്നത് ഇത്തരം വാദഗതികളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് എന്ന ഒരു പക്ഷം ദിലീപിന് വേണ്ടി ഉണ്ട്. അതിനുകൂടി മറുപടി ഈ ഘട്ടത്തിൽ താങ്കൾക്ക് നൽകാവുന്നതാണ്. ഞാൻ പറഞ്ഞത് താങ്കൾ ശരിയായിട്ട് ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ കേസും മാറ്റി നിർത്തിയാൽ എന്നാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണത്തിലെ ഒരു കേസാണ്. ഇപ്പോഴും ദിലീപ് പൂർണ്ണമായും കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞു. ഈ കേസും മാറ്റി നിർത്തിയാൽ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാനിത് ഒരു വിധി നടത്താൻ ഒരാള് ഞാനല്ല. പോലീസ് അന്വേഷണത്തിലിരിക്കുകയാണ്. അത് ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ്. അതിന് ഒരു സംശയത്തിനും ഇട നൽകാതെ തന്നെ പറയുകയാണ്. ഈ കേസ് മാറ്റി നിർത്തിയാൽ ഉയർന്നു വരുന്ന ഓരോരുത്തരും ആളുകളും പറയുന്ന അനുഭവങ്ങൾ 9 വർഷക്കാലം തന്റെ തൊഴിൽ ചെയ്യാൻ ഉള്ള അനുമതിയില്ലാതെ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു കഥകൾ പലരും പറയാൻ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അത് നമ്മുടെ സംസ്ഥാനത്താണ് നടന്നതെന്ന് പറയുമ്പോൾ ഈ ചില സംഘടനകൾ, അതായത് നടന്മാരുടെ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ, പ്രത്യേകിച്ച് അമ്മ എന്ന സംഘടന ഒരു സമാന്തര ജുഡീഷ്യറി ആണോ എന്ന് പോലും സംശയിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഒരു സമാന്തര ജുഡീഷ്യറി നിലനിന്നില്ലേ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ വെളിച്ചത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ സുനി ഇന്ന് പറഞ്ഞ കാര്യവും പകുതിയേ ആയുള്ളൂ, അല്ലെങ്കിൽ ആലുവയിലെ VIP-യോട് ചോദിക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളുടെ അന്വേഷണം വഴിതെറ്റിക്കുന്നതിനാണോ എന്തിനാണോ എന്നുള്ളത് അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്, പോലീസിന്റെ ചുമതലയാണ്. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, കേരള ജനതയ്ക്ക് മുഴുവൻ ആവശ്യപ്പെടാനുള്ളത്, യഥാർത്ഥ പ്രതിയെ അത് കാലതാമസമില്ലാതെ പഴുതടച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് യഥാർത്ഥ പ്രതി, ഒരു പ്രതിയായിരുന്നാലും പ്രതികൾ കൂട്ടമായിട്ടുള്ള ഇതായിരുന്നാലും ശരി, അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് നീതി ഉറപ്പാക്കുക, പെൺകുട്ടിക്ക് മറ്റ് സ്ത്രീകൾക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത് കേരളത്തിലെ പോലീസ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും ശ്രീമതി ആനി രാജ, തീർച്ചയായിട്ടും നമുക്ക് റജി ലൂക്കോസിലേക്ക് തന്നെ പോകാം. ശ്രീ റജി ലൂക്കോസ്, താങ്കൾ മാധ്യമപ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് സിനിമാ പ്രവർത്തനം കൂടി നടത്തിയിട്ടുള്ള ആളാണ്. ആ പരിജ്ഞാനമൊക്കെ താങ്കൾക്കുണ്ടാകും. ഇന്ന് നമുക്ക് ഈ ദിലീപുമായി ബന്ധപ്പെട്ട നടി ആക്രമിക്കപ്പെട്ട കേസിലേക്ക് എത്തിയാൽ പകുതിയേ ആയിട്ടുള്ളൂ. ഇനി എന്നോടല്ല ചോദിക്കേണ്ടത്, VIP-യോടാണ് ചോദിക്കേണ്ടത്. ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ ആർക്ക് കൈമാറിയെന്ന് ആ VIP പറയട്ടെ. ആലുവയിലെ ആ VIP-ക്കാണ് ഇനി കൂടുതൽ പറയാനുള്ളത്. കേസ് പകുതിയേ ആയിട്ടുള്ളൂ എന്ന് പൾസർ സുനി പറയുമ്പോൾ ഒരു കൊടും ക്രിമിനലിൻ്റെ കേവലമായ ചില ജൽപ്പനങ്ങൾ എന്നതിനപ്പുറത്തേക്ക്
എന്തെങ്കിലും മാനങ്ങൾ അതിനുണ്ടോ? ഒന്ന്, ഈ ആലുവയിലെ VIP ഉദ്ദേശിച്ചത് ദിലീപിനെ തന്നെയാണ് പൾസർ സുനി എന്ന് വ്യക്തമാണോ? അണ്ടർസ്റ്റുഡ്. ഞാനത് വേറൊരു ആംഗിളിലാണ്. എന്താ വെച്ചാൽ പൾസർ സുനിയുടെ വാക്കുകളെ ഇവിടെ വേദവാക്യമായിട്ടും നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ പൾസർ സുനി പറഞ്ഞ ഒരു കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ കടമെടുക്കുക. മുഖ്യമന്ത്രി പറഞ്ഞതെന്നു വെച്ചാൽ അതാണ് കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കേസിൽ കൃത്യമായ രീതി തെളിവോടുകൂടി അറസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറ്റവാളിയാണെന്നുള്ള ബോധ്യത്തോടെ ചെയ്യണം. തെളിവുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എത്ര പേരുണ്ടെങ്കിലും കസ്റ്റഡി എടുത്തിരിക്കണം എന്നുള്ള തുറന്ന ഒരു സമീപനമാണ് നമ്മുടെ മുഖ്യമന്ത്രി എടുത്തത്. ഞാൻ അതിനെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ ഇതിലേക്ക് കിടക്കും. എനിക്ക് ഇവിടെ പല രീതിയിലും ചർച്ചകൾ വരാതെ ഞാൻ പല ചാനലിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കാര്യം പറയാറുണ്ട്. അതായത് ഈ പെൺകുട്ടി, ഈ നടി അവരുടെ വീട്ടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്നോ അന്ന് രാത്രിയിൽ ഈ സിദ്ദിഖ് ലാലിൻ്റെ വണ്ടിയിലാണ് വരുന്നത്. അത് കേരളത്തിൽ അങ്ങനെ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം അറിഞ്ഞ കാര്യങ്ങളല്ല, അല്ലാണ്ട് നമ്മൾ പാവനെന്ന് പറയുന്നതല്ല. അദ്ദേഹം അയച്ച അവനൊരു വണ്ടിയിലാണ്, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും കൂടെ കൂട്ടിയാണ് ഈ പെൺകുട്ടിയെ അസമയത്ത് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുന്നത്. ഒരു ചോദ്യം, പിറ്റേ ദിവസം ഒരു സിനിമാ ഷൂട്ടിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ സിനിമാ ഷൂട്ടിങ്ങിലേക്ക് ലൊക്കേഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ രാത്രി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഇനി ബാധഗതിക്ക് അവരെ ഹോട്ടലിൽ താമസിപ്പിക്കാനായിരിക്കും. ഓക്കെ, എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന നടി ആ മനുഷ്യൻ്റെ വീട്ടിലേക്കാണ് ഈ ആക്രമണത്തിന് ശേഷം കയറി ചെന്നത്. ഈ മനുഷ്യൻ ചെയ്തെന്താണ്? ഇവരുടെ ആ നടിയുടെ ധീരമായ നിലപാട് കൊണ്ടാണ്, ആ പെൺകുട്ടിയുടെ ചങ്കൂറ്റമാണ്, പോലീസിനെ അറിയിക്കണം, എന്നെ ഇതുപോലെ ദ്രോഹിച്ചു എന്നുള്ളവരും ഈ ലാലിനോട് പറയുന്നു. ഈ ലാൽ ഉടനെ ചെയ്തത് എന്താണ്? അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു നിർമ്മാതാവിനെ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിച്ചിട്ട് അത് എസ്റ്റാബ്ലിഷ് ആണ്, വിളിച്ചു പറയുന്നു, ഈ നിർമ്മാതാവ് കേരളത്തിലെ ഒരു MLA കൂട്ടിക്കൊണ്ട് ഇവിടെ വരുന്നു. അപ്പോൾ ഏതാണ്ട് 40 മിനിറ്റ്. ഇതൊന്നും നമ്മളല്ല പറയുന്നതല്ല. അതിനുശേഷമാണ് സ്വാഭാവികമായിട്ടും എന്താ ചെയ്യേണ്ടത്? പെൺകുട്ടി പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ചെയ്യേണ്ടത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ 100-ലോ വിളിക്കുക. ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഇദ്ദേഹം വിളിച്ചത് DGPനാണ് വിളിച്ചത്. അതിന് ഒരു തെളിവുണ്ട്. ആ റേഞ്ചിലെ IG വിജയൻ എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട വിജയൻ, ഈ കാര്യം താൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളവരും മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇതിനോടകം അവിടെ സംഭവിച്ച വേറൊരു അട്ടിമറി എന്ന് കേരളം വിശ്വസിക്കുന്നത് എന്താണ്? ഈ പറയുന്ന രണ്ടുപേരും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരാദ്യം ചെയ്തത് പൾസർ സുനിയെ വിളിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് പൾസർ സുനിയെ വിളിച്ചത്? മുഖം മൂടി മാറ്റിയപ്പോൾ ഈ പെൺകുട്ടി ഇയാളെ തിരിച്ചറിഞ്ഞു. അപ്പൊ പൾസർ സുനിയെ വിളിക്കുക എന്നുള്ളൊരു മണ്ടത്തരായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ജനസമൂഹം സംശയിക്കുന്ന അതിനകത്തൊരു അട്ടിമറി ഉണ്ടെന്നുള്ള കാരണം PT തോമസ് പൾസർ സുനിയെ വിളിച്ചത് അട്ടിമറിയാണ്. അല്ല, PT തോമസ് അല്ല ഫോൺ ചെയ്ത് വിളിച്ചത്, ആ നിർമ്മാതാവ് വിളിച്ചു. PT തോമസ് MLA അതിനകത്ത് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ PT തോമസ് ആണ് മാർട്ടിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ആയിരിക്കാം. അങ്ങനെയാണ്. അല്ല, അതിപ്പോ പറഞ്ഞല്ലോ, PT തോമസിന്റെ ഫോണിലൂടെയാണോ അതോ വേറൊരാളുടെ ഫോണിലാണെങ്കിലും ഫോൺ ചെയ്യുന്നത് ആന്റോ എന്ന് പറയുന്ന നിർമ്മാതാവാണെന്നുള്ളതും മാധ്യമങ്ങളും അവരും പറഞ്ഞതാ. പക്ഷേ അവിടെ ഒരു വലിയ കോൺട്രഡിക്റ്ററി ഉണ്ട്. അതായത് ഇന്നൊരു സെൽഫോൺ കയ്യിലുള്ള വ്യക്തിയെ ട്രേസ് ചെയ്ത്, ഇപ്പൊ എന്റെ ഫോൺ ഇവിടെ ഞാൻ കൈരളി ചാനലിരിക്കുക എന്നുള്ള ഇവിടുത്തെ സൈബർ സെല്ലിനും സെക്കൻഡോട് അറിയാം. ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇയാളെ ഫോൺ ചെയ്ത് അയാളെ രക്ഷപ്പെടാനുള്ള അവസരം കൊടുത്തതല്ലേ? അല്ല, ഒന്നുമില്ലെങ്കിൽ അതായിരിക്കും, അല്ല അവർ കാണിച്ചൊരു മണ്ടത്തരമായിരിക്കും. അതോടെ ഇയാൾ മുങ്ങി 6 ദിവസം കഴിഞ്ഞാണ് ഇയാളെ കോടതിയിൽ നിന്ന് പിടിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ലാൽ എന്ന് പറയുന്ന ആളിനെ പോലീസ് ചോദ്യം ചെയ്തോ? രണ്ടാമത്, ഈ വണ്ടി വന്നാൽ ഒരു ആക്സിഡന്റ് എന്തുണ്ടായാലും രജിസ്റ്റേർഡ് ഓണറിനെയാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. എന്റെ വണ്ടി ആക്സിഡന്റ് ആയി ഞാൻ നാട്ടിലാണെങ്കിലും എന്നെ ആദ്യം വിളിക്കും, രജിസ്റ്റേർഡ് ഓണറെ. അത് പോലീസിന്റെ കോമൺ പ്രൊസീജിയറാ. ഇവിടെ അത് ഉണ്ടായിട്ടുണ്ടോ? ഈ 2 ചോദ്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ. പോലീസിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇര പോലും പറയുന്നു കൃത്യമായ അന്വേഷണം ശരിയായ ദിശയിലാണ്. പോലീസിനെ സംബന്ധിച്ച് ദിലീപോ ലാലോ ഒന്നും ഒരു വിഷയമല്ല, ആരായാലും ഒരുപോലെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കോൺസ്പിറസിയിൽ ലാൽ ഇതൊക്കെ ചെയ്തത് ഒരു കോൺസ്പിറസിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാണ്, എന്തെങ്കിലും മറച്ചു വെക്കാനുള്ളതാണ് എന്ന സംശയം റജി ലൂക്കോസിന്. അല്ല, എനിക്ക് അങ്ങനെ സംശയമൊന്നുമില്ല. ഞാൻ ഇത് ഇവിടുത്തെ ആ കഥകള്, ആ സംഭവങ്ങൾ കൃത്യമായ രീതിയിൽ ഇവരെല്ലാം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുക, കണ്ണൂര് ഒരു തിയേറ്ററിൽ ഒരു ഉടമസ്ഥനെ അവരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് ചോദ്യം ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്കറിയാൻ പാടില്ല സ്വാഭാവികമായിട്ടും ഇതൊന്നും നടന്നിട്ടുണ്ടോ. ഒരു 2 MLA-മാർ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇതെല്ലാം നടന്നിരിക്കുന്നു. പക്ഷെ ഇനി വേറൊരു പേരോട് പറയാം. അതായത് ഈ പറയുന്ന പെൺകുട്ടി ആ വീട്ടിൽ വന്ന് നിർബന്ധിച്ചതിന്റെ പേരിലാണ് ഈ പറയുന്ന പോലീസിലേക്ക് പോകുന്നത്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിന്റെ പോലീസ് മേധാവിയെ വിളിക്കുന്നതിന് മുമ്പായിട്ട് തൊട്ടടുത്തല്ലോ പോലീസ് സ്റ്റേഷനിലല്ലേ വിളിക്കേണ്ടത്? ഈ പൾസർ സുനി രക്ഷപ്പെടാനുള്ള അവസരം സമൂഹത്തിലെ ഉന്നതരായതുകൊണ്ട് ഒരു പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാതെ കൂടുതൽ സമഗ്രമാകാൻ DGPയിലേക്ക് വിളിച്ചുകൂടാന്നൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും വിളിക്കാം. കാക്കനാട്ടെ പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നത്. ഇതൊക്കെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണെന്നുള്ള ഭാഷണധാരനെ പോലെയുള്ള വിദഗ്ധർ പറയട്ടെ. ഞാൻ പറയാം, അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഇതിനകത്ത് ആരെങ്കിലും കുറ്റവാളികളുണ്ടെങ്കിൽ
അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും തെളിവുണ്ടെങ്കിൽ അവർ കസ്റ്റഡിയിലാകും. തന്നെ കേരള പോലീസിനെ അഭിനന്ദിക്കാൻ ഞാൻ ഒരു കാരണമുണ്ട്. ഞാൻ പല ചാനലിലും പറഞ്ഞു. അതെന്ന് വെച്ചാൽ പോലീസ് ഇതുവരെ അന്വേഷണം പൂർത്തീകരിച്ചെന്ന് പറഞ്ഞിട്ടില്ല. പോലീസ് പറയുന്നത് ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതാണ് 4 മാസം മുമ്പിലേക്ക് നമ്മളൊന്ന് മോഹൻ തിരിച്ച് 4 മാസം മുമ്പ് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞാണല്ലോ ഇവരെല്ലാവരും കൂടി അദ്ദേഹത്തിന് വെല്ലുവിളിക്കുന്നത്. അദ്ദേഹം എന്നാ പറഞ്ഞത്, എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് ഇനി ഇതിന് കൂടാലോചനയില്ല. അതാണ് ബുദ്ധിമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. അദ്ദേഹം ബുദ്ധിപൂർവ്വം പറഞ്ഞതാ. അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? ഈ പറയുന്ന പ്രതികൾ രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാവും. അതാണ് ഇതിന്റെ അതേ പോലീസ് തന്നെ അന്വേഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, വിദഗ്ധരായ കേരളത്തിന്റെ പോലീസ് സംവിധാനം ഇവിടെ മറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു വരും. ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം സംശയിക്കുന്നു. ദിലീപ് കുറ്റവാളിയാണെന്നുള്ള കാര്യം നമുക്ക് തർക്കമില്ല. അതായത് ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഒരു പക്ഷേ ദിലീപ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിലുള്ള ചില അസ്വാരസ്യങ്ങൾ, കല്ലുകടിയെ സംബന്ധിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്നാൽ കേസ് ശരിയായ ദിശയിലാണ്. അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി പോലീസിന് ഊർജ്ജമായി പകരുന്നുമുണ്ട് എന്ന് റജി ലൂക്കോസ് നിരീക്ഷിക്കുമ്പോൾ, അതായത് ദിലീപ് ചോദ്യം ചെയ്യലിനായി പോയപ്പോൾ 13 മണിക്കൂർ ചോദ്യം ചെയ്യലിനായി പോയി മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ ദിലീപ് പറഞ്ഞിരുന്നത് ഇതാണ്. അതായത് എൻ്റെ പരാതിയിലാണ്, അതായത് പൾസർ സുനി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന എൻ്റെ പരാതിയിലാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. ദയവായി മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിക്കരുതെന്ന് പറയുന്നു. അതിനുശേഷം 13 മണിക്കൂറിലെ ചോദ്യം ചെയ്യലിന് ശേഷവും തിരിച്ചിറങ്ങിയിട്ട് ദിലീപ് അതേ കള്ളത്തരം തന്നെ മറ്റൊരു രീതിയിൽ ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് പൾസർ സുനിയെ തനിക്കറിയില്ല എന്ന് പറഞ്ഞ കള്ളത്തരം. ഇത് കള്ളത്തരമാണെങ്കിൽ ഒരു പക്ഷേ ബാക്കിയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നാം പറയുന്നത്, അതിൽ ആധികാരികത കൽപ്പിക്കുന്നത് നീതിപൂർവവും നൈതികവുമായി മാധ്യമപ്രവർത്തനത്തിന് ശരിയല്ല എന്ന് വിശ്വസിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളുടെ ഒരു മാല, ഇതൊക്കെയാണോ പോലീസ് ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തിയത്? അതോ ലിങ്കുകളൊക്കെ ഗൂഢാലോചനയുടെ കറക്റ്റായിട്ടുണ്ടോ? ഈ ഘട്ടത്തിൽ ഉയരുന്ന ഒരു സംശയം. അല്ല, സത്യത്തിൽ ഇപ്പോഴും അത്രയും ഭൂതകാലത്തിലേക്ക് പോയി. അത് വളരെ ആസന്നമായ ഭൂതകാലമാണ്. എങ്കിലും കേസ് കഥ പകുതിയേ ആയുള്ളൂ എന്ന് പൾസർ സുനി പറയുന്ന ഒരു കാര്യമുണ്ട്. പകുതിയേ ആയിട്ടുള്ളൂ അന്വേഷണവും പകുതിയേ ആയിട്ടുള്ളൂ. ഗൂഢാലോചന ഭാഗം അന്വേഷിക്കുന്നതല്ലേ ഉള്ളൂ. അതിലേക്ക് ഞാൻ വരാം. ഞാൻ പറയുന്നത് സത്യത്തിൽ റജി ആ കാര്യം നമ്മൾ വലിയ ആശങ്കയിലേക്ക് പോകണ്ട. അതിന് കാരണം പോലീസ് ഒരു ക്രൈം നടന്നല്ലോ. ആ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. അതാണല്ലോ ക്രൈം. അത് സത്യമായ കാര്യമാണ്. അതാണ് നമുക്ക് എത്തിയിരിക്കുന്ന ക്രൈം. എല്ലാ അന്വേഷണങ്ങളും ആരംഭിക്കുന്നത് ആക്ച്വൽ ക്രൈമിൽ നിന്നാണ്. ആക്ച്വൽ ക്രൈമിൽ നിന്ന് ആ ക്രൈം ചെയ്യാനുള്ള മോട്ടിവേഷനിലേക്ക് പോകും. അതാണല്ലോ, ക്രൈമിൽ നിന്നാണ് മോട്ടിവേഷനിലേക്ക് പോകുന്നത്. ആ മോട്ടിവേഷനാണ് യഥാർത്ഥത്തിൽ മറ്റ് ആളുകളെ, ക്രിമിനലിനെ ഫിക്സ് ചെയ്യുന്നത്. ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന മോട്ടിവേഷൻ, ഈ പെണ്ണിനെ ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന മോട്ടിവേഷൻ പേഴ്സണൽ വെൻഡേറ്റയാണ്, റിവെഞ്ചാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ആർക്കൊക്കെ ആ അർത്ഥത്തിലാണ് ദിലീപിലേക്ക് അത് വരുന്നത്. അന്വേഷണം അതിൻ്റെ സ്വാഭാവികഗതിയിൽ, അതിൻ്റെ ലോജിക്കിനകത്ത് കറക്റ്റായിട്ടാണ് പോകുന്നത്. യാതൊരു സംശയവും വേണ്ട. അതിനെക്കുറിച്ച് എനിക്ക് ആശങ്കകളൊന്നുമില്ല. കൃത്യമായും ദിലീപ് തന്നെയായിരിക്കും ഇതിൻ്റെ പുറകിലുള്ള മാസ്റ്റർ മൈൻഡ് എന്ന നിലയ്ക്കുള്ള ക്രിമിനൽ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാര്യം അങ്ങനെ കരുതാനാണ് എല്ലാ നിലപാടും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ദിലീപ് അവിടെ പോയി, താങ്കൾ പറഞ്ഞല്ലോ, അദ്ദേഹം കൊടുത്തൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. വേണേ അങ്ങനെ അദ്ദേഹത്തിന് വാദിക്കാം. പക്ഷെ ചെല്ലുമ്പോഴെന്താ 20 ദിവസം വൈകിയത് എന്ത് അല്ലേ? 20 ദിവസം വൈകിയത് 2 കോടി എന്ന തുക. 2 കോടി ചുമ്മാ ചോദിച്ചപ്പോൾ 2 കോടി എന്ന് പറഞ്ഞു. എവിടെ നിന്ന് വീട്ടിൽ 2 കോടി കംപ്ലൈന്റിനകത്ത് ഇല്ല. പൾസർ സുനി കൊടുത്ത കത്തിനകത്ത് 2 കോടി എന്ന മെൻഷനേ ഇല്ല. എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് മൈൻഡിൽ ഒരു 2 കോടി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സംഭവിച്ചത്. 12 സെക്കൻഡ് മാത്രം സംസാരിക്കുക. ഈ നിലയ്ക്ക് യഥാർത്ഥത്തിൽ ആദ്യത്തെ 13 മണിക്കൂർ കൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞ അത് ഈ 120B തെളിയിക്കാൻ പര്യാപ്തമായ ഒരു പൗരന്റെ എതിരെയുള്ള തെളിവാണോ? അല്ല, തെളിവെന്ന് പറഞ്ഞാൽ പരിപൂർണമായും കൃത്യമാകുന്ന, പൂർണ്ണമായും തെളിയിക്കപ്പെടുന്ന തെളിവ് ആദ്യഘട്ടത്തിൽ ലഭിക്കില്ല. ഇത് അങ്ങനെ തന്നെയാണ്. അതാണ് 19 തെളിവുകൾ ഞങ്ങൾക്കുണ്ട് എന്നൊക്കെയുള്ള വാദമുഖം പോലീസിനെക്കുറിച്ച് അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞത് അറിയാമല്ലോ. അതായത് അഭിഭാഷകൻ 8 എണ്ണവും ദിലീപിലേക്ക് ഡയറക്റ്റ് എത്തുന്നതല്ല, ദിലീപിന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ മീൻസ് അടുത്തുള്ള ആൾക്കാരോയിലേക്കൊക്കെ എത്തുന്നതാണ്. അത് ദുർബലമാണ് എന്നാണ്. അതെ, ഗൂഢാലോചനയെ സംബന്ധിച്ച് സുപ്രീം കോടതി എടുത്തിരിക്കുന്ന നിലപാടുകളുണ്ട്. ആ നിലപാട് ഈ കേസിന് അപ്ലിക്കബിൾ ആയിരിക്കുന്നത് കൊണ്ട് ഒറ്റ തെളിവായാലും മതി. പെട്ടെന്ന് നേരിട്ട് തെളിയിക്കാൻ പാടാണ്. അപ്പൊ ഞാൻ പറയുന്ന കഥ പകുതിയേ ആയിട്ടുള്ളൂ. പൾസർ സുനി പറഞ്ഞത് മാതിരി
രണ്ടാം പകുതിയെക്കുറിച്ച് ഇനി പറയാവൂ. ആദ്യത്തെ ആക്രമണത്തിന്റെയും ആദ്യത്തെ ദിവസത്തിന്റെയും ഇനി പറയേണ്ടതില്ല. പറയുന്നത് കൊണ്ട് വലിയ കാര്യമില്ല. കാര്യം മോട്ടിവേഷൻ ഫിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ കഥ പകുതിയാകുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാൻ, പൾസർ സുനി ഒരു ക്രിമിനലായിരിക്കുന്നത് കൊണ്ട് അയാൾ പറയുന്ന വാക്ക് അതുമാതിരി എടുക്കരുത്. അതുമാതിരി തന്നെ പൾസർ സുനിയെ നയിക്കാൻ കഴിയുന്ന ഒരു ക്രിമിനലായിരിക്കുന്നു ദിലീപ് എന്നതുകൊണ്ട് അയാൾ പറയുന്നതും നമുക്ക് മുഖവിലേക്ക് എടുക്കാനാകില്ല. അത് അവരുടെ ലക്ഷ്യം എന്തെന്ന് അറിയേണ്ടത് ഇൻവെസ്റ്റിഗേഷനിലൂടെയാണ്. അതുകൊണ്ടാണല്ലോ ഇൻവെസ്റ്റിഗേഷൻ അനിവാര്യമായി തീരുന്നത്. അങ്ങനെ വരിക ഒരു കാര്യം മാത്രം അല്ല, ഒറ്റ കാര്യം പറഞ്ഞു. കഥ പകുതിയായി എന്ന് പറഞ്ഞാൽ പകുതിയായി എന്നാണ്. ചിലപ്പോൾ ഓഫർ ചെയ്ത പണത്തിന്റെ പകുതി കിട്ടിയെന്നും കൂടി അതിനർത്ഥമുണ്ട്. തീർന്നില്ല. ഇനി ഇതേ സംബന്ധിച്ച് ബാക്കി പറയേണ്ടത് ആലുവയിൽ കിടക്കുന്ന VIP ആണ് ഇനി ബാക്കി തരേണ്ടത് എന്നുകൂടി അർത്ഥമുണ്ട്. തീർച്ചയായും ശ്രീ അജിത് ശാസ്തമംഗലം, കഥയിൽ ഈ സിനിമയിലെ പോലെ ചില ട്വിസ്റ്റുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ശ്രീ ഭാസുരേന്ദ്ര ബാബു പറയുന്നത് പൾസർ സുനി പറഞ്ഞതിലെ മറ്റു ചില സിംബോളിക്കായ മാനങ്ങൾ ഉണ്ടോ എന്ന് കൂടിയാണ്. ഇന്ന് പൾസർ സുനി പറഞ്ഞത് കഥ പകുതിയേ ആയിട്ടുള്ളൂ, ബാക്കിയുള്ളത് ഫോൺ അടക്കമുള്ള ഇതിലെ ഇൻവോൾവ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവ VIP പറയും. ആലുവയിലെ ആ VIP ദിലീപ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എങ്കിൽ പോലും നമ്മൾ ഊഹിക്കുകയാണ് ആലുവയിലെ പിടിയിലായ VIP അത് ദിലീപാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ പണം പകുതി കിട്ടി അല്ലെങ്കിൽ കിട്ടാനുണ്ട് എന്ന് ഭാസുരേന്ദ്ര ബാബു സൂചിപ്പിച്ചതുപോലെ സിംബോളിക് അർത്ഥം അതിന്റെ പിന്നിൽ ഉണ്ടോ? പൾസർ സുന്നിയുടെ വാക്കുകൾക്ക് പിന്നിൽ അല്ലെങ്കിൽ വലിയ സാഹിത്യകാരനായിരിക്കണം. അജിത് ശാസ്തമംഗലം. ഹലോ. കേൾക്കാമോ? എനിക്ക് കേൾക്കാം. ഞാൻ അതായത് ഞാനൊരു ചോദ്യം ചോദിച്ചു. കേൾക്കാം. അതായത് ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞത് താങ്കൾ കേട്ടോ? അത് മനസ്സിലായി, ചോദ്യം മനസ്സിലായി. പറഞ്ഞോളൂ. ഞാൻ ചോദ്യം മനസ്സിലായി, കേട്ടു. ഞാൻ അജിം ഷാ എന്നെ ഈ ഡിബേറ്റിൽ വിളിച്ചത് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ കേസിനകത്ത് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാനിതിനെ നോക്കിക്കാണുന്നത്, ഈ കേസിനകത്ത് ഇതുവരെ പുറത്തു വന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, ഒന്ന് ഈ പൾസർ സുനിയുടേതായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കോടതിയിലും അഡ്മിസിബിൾ അല്ല. അദ്ദേഹം ഒരു മാപ്പ് സാക്ഷിയായിട്ട് ഈ കേസിൽ വരികയാണെങ്കിൽ മാത്രമേ 164 CRPC പ്രകാരം ആ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണം. അദ്ദേഹത്തിന് മാപ്പ് സാക്ഷിയായിട്ട് ഒരു കോടതി അദ്ദേഹത്തെ മാപ്പ് സാക്ഷിയായിട്ട് കൽപ്പിക്കണം. എങ്കിൽ മാത്രമേ ആ സ്റ്റേറ്റ്മെൻറ്റ് അഡ്മിസിബിൾ ആവൂ. ഒന്ന്, അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു അഡ്മിസിബിലിറ്റി ഇല്ല. രണ്ടാമതുള്ളത്, ഈ ദിലീപിനെ ഈ കേസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി അവസാനമായിട്ട് പോലീസ് പറഞ്ഞത്, ഇദ്ദേഹം പൾസർ സുനി സറണ്ടർ ചെയ്യാൻ വന്നപ്പോൾ ഈ പെൺകുട്ടിയെ ആക്രമിച്ച സമയം എടുത്ത വീഡിയോ ക്ലിപ്പ്, അതിന് ഉപയോഗിച്ച മൊബൈല് അഭിഭാഷകൻ്റെ കൊടുക്കുകയും അഭിഭാഷകൻ അത് ദിലീപിൻ്റെ കയ്യിൽ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. ഞാൻ വളരെ കെയർഫുള്ളായിട്ട് ഈ വാർത്തകൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പോലീസ് ദിലീപിൻ്റെ കസ്റ്റഡി ഒരു ദിവസത്തേക്ക് നീട്ടി ചോദിച്ചപ്പോൾ ന്യായമായും ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിച്ചു, പോലീസിൻ്റെ ഈ ഭാഷ്യം ശരിയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ തെളിവ് നിയമം 27-ാം വകുപ്പ് പ്രകാരം ദിലീപിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദിലീപ് ഈ മൊബൈൽ എവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അത് റിക്കവർ ചെയ്യുമെന്നു. അങ്ങനെ ഒരു റിക്കവറി ഉണ്ടായില്ല. രണ്ട്, ഇപ്പോൾ പറയുന്നു പ്രജീഷ് ചാക്കോയുടെ ജൂനിയറായിരുന്ന രാജു ജോസഫിനെ ചോദ്യം ചെയ്തു. രാജു ജോസഫിനെ ചോദ്യം ചെയ്തപ്പോൾ മൊബൈലല്ല, ഒരു മെമ്മറി കാർഡ് കിട്ടി. പക്ഷേ ആ മെമ്മറി കാർഡ് MD ആണ്. അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തതായി പോലീസ് സംശയിക്കുന്നു. പക്ഷെ അത് പറയാൻ പോലീസ് അതോറിറ്റി അല്ല, അത് പറയേണ്ടത് ഒരു സൈബർ എക്സ്പേർട്ടാണ്. അതിന് UF എക്സ്ട്രാക്ടർ എന്നും പറഞ്ഞൊരു സംവിധാനം സൈബർ എക്സ്പേർട്സിൻ്റെ കയ്യിലുണ്ട്. UF എക്സ്ട്രാക്ടർ കൊണ്ട് ഡിലീറ്റ് ചെയ്ത സാധനങ്ങൾ റിക്കവർ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ റിക്കവർ ചെയ്തു വരുന്ന സാധനങ്ങൾ ഈ നടിയുടെ ഈ ദൃശ്യങ്ങളാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കോ അജിം ഷായ്ക്കോ ഭാസുരേന്ദ്ര ബാബുവിനോ
നമ്മുടെ അടുത്തിരിക്കുന്ന മാഡത്തിനും അറിയില്ല. അപ്പോൾ ദാറ്റ് മീൻസ് അതൊരു എവിഡൻസ് അല്ല, ഒരു മെറ്റീരിയൽ അല്ല. പിന്നീട് ഈ പറയുന്നത് ഈ ദിലീപ് പിന്നീട് 2 കണക്റ്റിംഗ് പോയിന്റ്സ് ആണ് പറയുന്നത്. നമ്പർ 1, ദിലീപിൻ്റെ പരാതി 20 ദിവസത്തിൻ്റെ ഡിലേ ഉണ്ട്. നമ്പർ 2, ആ പരാതിയിൽ ഒരു കാതലായ ഒരു വിശ്വസനീയമല്ലാത്തൊരു കാര്യം പറഞ്ഞിരുന്നു. 2 crore 2 കോടി രൂപ കൊട്ടേഷൻ ഉണ്ടായിരുന്നു പോലും. യെസ്, 2 crores. ഞാൻ പറയുന്നത് ഈ പരാതി എന്ന് പറയുന്നത് ഒരു പക്ഷേ അയാൾ പേടിച്ചു കൊടുത്ത പരാതിയാണോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു പരാതി കൊടുത്തു എന്നുള്ള ഒരൊറ്റ കാരണത്തിലേക്ക് അത് കൃത്യത്തിന് മുമ്പ് നടന്ന ഗൂഢാലോചനയ്ക്ക് മെറ്റീരിയൽ ആകുന്നില്ല. മെറ്റീരിയൽ ആകും എന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല കോൺസ്പിറസിയുടെ ഇൻ്റർപ്രിട്ടേഷൻ. പോലീസ് ആദ്യമായിട്ട് പ്രകടമായ ഒരു കോൺസ്പിറസി തെളിവ് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത്തരത്തിലൊരു കോൺസ്പിറസി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ആ കോൺസ്പിറസി ചെയ്തയാൾക്ക് ഈ കൊട്ടേഷൻ കൊടുക്കാൻ ന്യായമായ ഒരു വ്യക്തിവിരോധം ഉണ്ട് എന്ന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ രംഗത്ത് വരണം. ഐ എം ആസ്കിങ് യു അജിം ഷാ, അങ്ങനെ ഒരു മെറ്റീരിയൽ എന്താണ് രംഗത്ത് വന്നിട്ടുള്ളത്? അത് അങ്ങനെ ഒരു മെറ്റീരിയൽ രംഗത്ത് കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള 2 പേരുണ്ട്. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യർ. 2, ഈ ആക്രമിക്കപ്പെട്ട നടി. രണ്ടാമത്തെ കാര്യം ആദ്യമായി പറയാം. ഈ ആക്രമിക്കപ്പെട്ട നടി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വന്നിരുന്നല്ലോ, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. അതായത് ഈ സാധാരണ ഒരു വ്യക്തിവിരോധം അല്ലാതെ ദിലീപും അവരും തമ്മിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സോ ഒന്നും തന്നെ ഇല്ല എന്നാണ്. അപ്പോൾ പോലീസ് ആദ്യം നമ്മളോട് പറഞ്ഞിരുന്നത്, നിങ്ങളുടെ മീഡിയയിൽ നിന്ന് അറിഞ്ഞാണ്, അല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞില്ല. പറഞ്ഞത് ഈ പ്രോപ്പർട്ടീസ് ഒരുപാട് ബെനാമിയായിട്ട് ഈ മാഡത്തിൻ്റെ പേരിലുണ്ട്, അത് തിരിച്ചെഴുതി തരാൻ തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ കൊട്ടേഷനിലേക്ക് നയിച്ചതെന്ന്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ മാഡം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട്, പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അഡ്വാൻസ് ചെയ്യുന്ന കോൺസ്പിറസി തിയറി വളരെയധികം അതിൻ്റെ അടിത്തറയ്ക്ക് ഇളക്കം തട്ടും. അല്ല, പോലീസ് പറയുന്ന കോൺസ്പിറസി തിയറിയിൽ ആദ്യഘട്ടത്തിലാണ് ശ്രീ അജിത് ശാസ്തമംഗലം, അഡ്വക്കേറ്റ് അജിത് ശാസ്തമംഗലം, അതായത് പോലീസ് പറയുന്നിരുന്ന ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യമല്ല പോലീസ് പറയുന്നത്, അതിലെ വ്യക്തി വൈരാഗ്യമാണെന്ന് പോലീസ് എടുത്തു പറയുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനോട് ആഡ് ചെയ്ത് താങ്കൾക്ക് പ്രതികരിക്കാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. മഞ്ജു വാര്യരെ സാക്ഷിയാക്കി നിർത്താനും ഉള്ള പോലീസിന്റെ നീക്കം എത്ര കണ്ട് കേസിനെ സഹായിക്കും? അതായത് മഞ്ജു വാര്യർക്ക് ദിലീപിന്റെ ചില കാര്യങ്ങൾ മഞ്ജു വാര്യർക്ക് ചോർത്തി നൽകി എന്നതാണ് വ്യക്തിവൈരാഗ്യത്തിന് നിദാനമായത് എന്നൊക്കെ, അതിനെ കോംപ്രമൈസ് ചെയ്യാൻ പല നടന്മാരും, പരസ്യമായ ആ വാഗ്വാദത്തെ കോംപ്രമൈസ് ചെയ്യാൻ പല നടന്മാരും ഒക്കെ ഇടപെട്ട കാര്യം പൂർവ്വകാലത്ത് ഓർക്കുന്നുണ്ടല്ലോ താങ്കൾ. അങ്ങനെയാണെങ്കിൽ മുൻ ഭാര്യയായിരുന്ന ഈ മഞ്ജു വാര്യർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സാക്ഷിയാക്കാനുള്ള പോലീസ് കണ്ട് ഈ കോൺസ്പിറസി ഉണ്ട് എന്ന് തെളിയിക്കുന്നതിലേക്ക്, ദിലീപിലേക്ക് തെളിയിക്കുന്നതിൽ കാരണമാകും, സഹായകമാകും. എന്നോടാണല്ലോ അതെ അജിത് ശാസ്തമംഗലം അഡ്വക്കേറ്റ്, എനിക്ക് ഉത്തരം പറയാമോ? പറയൂ. യെസ്, വളരെ ക്ലവർ ആയിട്ടുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്. മഞ്ജു വാര്യരെ സാക്ഷിയാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എന്നെക്കാൾ നന്നായി അങ്ങേക്ക് മനസ്സിലായി കാണും. ഞാൻ അതിനെപ്പറ്റി ആ ഒരു തലത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ മഞ്ജു വാര്യരുടെ പോലീസ് സ്റ്റേറ്റ്മെൻറ്റ് ആ രീതിയിൽ വന്നെങ്കിൽ മാത്രമല്ലേ ഈ കോൺസ്പിറസി തിയറിക്ക് ഒരു തൂണ് കൊടുക്കുകയുള്ളൂ. മഞ്ജു വാര്യരുടെ സ്റ്റേറ്റ്മെൻറ്റ് ആ രീതിയിൽ വന്നിട്ടുണ്ടെന്നുള്ളത് എനിക്കോ നിങ്ങൾക്കോ അറിയാമോ? ഇല്ലല്ലോ. അപ്പോൾ അത്തരത്തിലൊരു തൂണ് ഉണ്ട് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ ഇതിൽ കോൺസ്പിറസി എസ്റ്റാബ്ലിഷ്ഡ് ആണെന്ന് പറയുന്നത് അതാണ് അത് വളരെ ക്ലവർ ആയിട്ടുള്ള ഒരു ഡിഫൻസ് കൂടിയാണ് എന്ന് ഞാനും ഒരു പക്ഷേ അങ്ങ് വാദിക്കുകയാണ്. ഞാൻ പ്ലീസ് അജിം ഷാ പ്ലീസ് ഒരു മിനിറ്റ്. ഞാൻ ഇതിനകത്ത്
ഞാൻ ഇതിനകത്തൊരു എ നിലപാടോ ബി നിലപാടോ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ എന്നെ ഈ ഡിസ്കഷനിൽ വിളിച്ചത് കൊണ്ട് ഞാൻ ഇതിന്റെ ചില പോയിന്റ്സ് അങ്ങനെ ഒരു ഡിസ്കഷന് വേണ്ടി ഐ എം ജസ്റ്റ് പുട്ടിംഗ് ഫോർത്ത്. ഓക്കെ മനസ്സിലായി. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് ദിലീപിന് ഈ ആക്രമണത്തിനിരയായ നടിയിലേക്ക് പോകാൻ ഉള്ള വൈരാഗ്യം, റിയൽ എസ്റ്റേറ്റ് ഇല്ല എന്ന് ഇപ്പോൾ തന്നെ നടിയും പറഞ്ഞു, ഇരയും പറഞ്ഞു, മറ്റുള്ളവരെല്ലാം പറഞ്ഞു, ദിലീപ് പറഞ്ഞു, പോലീസും അത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല ഈ ഘട്ടത്തിൽ എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ ഈ വൈരാഗ്യം രൂപപ്പെട്ടത് ഏറ്റവും വ്യക്തമായി പറയാവുന്ന ഒരു അനുഭവ സാക്ഷി എന്ന് പറയുന്നത് മഞ്ജു വാര്യരാണ്. ഇതെങ്ങനെ ഈ വൈരാഗ്യം ഉണ്ടായെന്ന് ഈ മഞ്ജു വാര്യരെ സാക്ഷിയാക്കിയിട്ടല്ലേ ഉള്ളൂ. മഞ്ജു വാര്യരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സാക്ഷിയായിട്ടേ ഉള്ളൂ. മഞ്ജു വാര്യർ തുടർന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് വ്യക്തമാകാതെ എങ്ങനെയാണ് ഈ വൈരാഗ്യം സ്റ്റാൻഡ് ചെയ്യുക, നിലനിൽക്കുക എന്നുള്ളതാണ് ശ്രീ അഡ്വക്കേറ്റ് ശാസ്തമംഗലത്തിന്റെ അഭിഭാഷകൻ ചോദിക്കുന്നത്. അല്ല, ഇത് സത്യത്തിൽ ഒരു അഭിഭാഷകന്റെ വ്യൂവിലാണ് അദ്ദേഹം കൂടെ കാണുന്നത്. അദ്ദേഹത്തിന്റെ ലോജിക് ഒരു ജുറിഡിക്കൽ ലോജിക്കാണ്, അത് ശരിയുമാണ്, അങ്ങനെയാണ് അദ്ദേഹം ചെയ്യേണ്ടതും. പക്ഷേ അതൊരു വിചാരണ കോടതി മുറിയിൽ മാത്രമാണ് സാധകമാകുന്നത്. നമ്മളെ കാണുന്നത് വക്കീലന്മാരും സാക്ഷികളും ഒന്നുമല്ല, സാധാരണ മനുഷ്യർ തന്നെയാണ്. അപ്പോൾ അവരുടെ യുക്തികളുമായിട്ട് മാത്രമേ എനിക്ക് അക്കാര്യത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. കോടതി മുറി എന്നെ സംബന്ധിച്ച് വരുന്നതേ ഇല്ല. അതിനകത്തൊരു കാര്യം, 4 ദിവസമേ ആയുള്ളൂ ഈ കേസിനകത്ത് ഈ എന്താ പറയുക ഇവരുടെ വസ്തുക്കളെക്കുറിച്ച്, ആസ്തികളെക്കുറിച്ചൊക്കെ ഉള്ള അന്വേഷണം ആരംഭിച്ചിട്ട്. അത് തിയേറ്റർ ആണെങ്കിലും ശരി, ഭൂമിയാണെങ്കിലും ശരി, 4 ദിവസമേ ആയുള്ളൂ. അതിൻ്റെ അടുത്ത ഘട്ടത്തിലാണ് അവർ ചെയ്തത്. അതിനുമുമ്പ് തന്നെ ഈ പേഴ്സണൽ റിവെഞ്ചിൻ്റെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. ഇത് സത്യത്തിൽ നമ്മുടെ വക്കീലിന് പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ കാര്യമായ ധാരണകൾ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ലഭിക്കാത്തത് കൊണ്ട്, ജേർണലിസ്റ്റുകൾക്ക് ലഭിക്കുന്നത് കൊണ്ടും കുറെ കൂടി വ്യത്യസ്തമാണ് ചിത്രം. കാരണം ഒരു കാര്യവും ഇല്ലാത്തപ്പോഴും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദിലീപ് കൊടുത്തിരിക്കുന്ന ധാരാളം ഇന്റർവ്യൂസ് ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ ദിലീപ് കൃത്യമായി പറയുന്നത് ഈ നടിയുടെ അവസരങ്ങൾ അയാളായിട്ട് നിഷേധിച്ചിട്ടില്ല, അയാളായിട്ടൊരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ നടിയെ ഒരു നല്ല നടിയായി വളർത്തിക്കൊണ്ടുവരാൻ പ്രാരംഭഘട്ടത്തിലെ എല്ലാ കോൺട്രിബ്യൂഷൻ നടത്തിയത് ഞാനാണ് എന്ന നിലയ്ക്ക് ജീവിക്കുന്ന ഇന്റർവ്യൂസ് ഇപ്പോൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണൽ റിവെഞ്ച് എന്ന ആ മോട്ടിവേഷൻ ഉപോത്ബലകമായ പല ഘട്ടങ്ങളിൽ ദിലീപ് തന്നെ എടുത്തിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അത് അജിത് ശാസ്തമംഗലത്തിന് വക്കീൽ എന്ന നിലയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ കോടതി ചെല്ലുമ്പം ആ ഇന്റർവ്യൂ ഒക്കെ കൃത്യമായി എവിഡൻസുകളാണ്. അപ്പൊ ആ വ്യത്യാസങ്ങളൊക്കെ വരും ഈ കാര്യത്തിനകത്ത്. നമുക്കൊരു കൺക്ലൂഷനിലേക്ക് പോകണ്ട. ഞാൻ പറയുന്ന പൾസർ സുനി സാധാരണഗതി അല്ല ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കൾ പറഞ്ഞ മാനത്തിൽ തന്നെ അത് ചർച്ച ചെയ്യാൽ കൺക്ലൂഷനിലേക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ തന്നെ ദിലീപ് എന്ന വ്യക്തി, പൗരൻ എന്ന വ്യക്തി, ഒരുപക്ഷെ ഈ ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതുമായി ബന്ധമില്ല എങ്കിൽ അദ്ദേഹത്തോട് സമൂഹം മുഴുവൻ ചെയ്യുന്നതിന്റെ ഒരു പാതകമുണ്ട്. ഒരുപക്ഷെ നടി പീഡിപ്പിക്കപ്പെട്ടതും നടി അനുഭവിച്ചതും അതിനേക്കാളും എത്രയോ 1000 മടങ്ങ് വലുതാണ്. എങ്കിൽ പോലും തീർച്ചയായും ഇന്നത്തെ മുഴുവൻ മാനങ്ങളും ആ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ആശങ്കകൾ എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ലഭിക്കുന്ന തെളിവുകൾ, ഒരു അന്വേഷണത്തിന്റെ പ്രക്രിയ, പ്രോസസ്, ആ പ്രോസസ് എന്നൊക്കെ നമുക്ക് അനുമാനിക്കാവുന്ന കാര്യം കൃത്യമായും ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അങ്ങനെ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? മഞ്ജു വാര്യരെ സാക്ഷിയാക്കുന്നത് എത്ര കണ്ട് കേസിനെ സഹായിക്കും? ഷോൺ ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീമതി ആനി രാജ, അതായത് ഇതിനകത്ത് ഉയരുന്ന ഒരു മാനം ഇതാണ്, ഈ മഞ്ജു വാര്യരെ സാക്ഷിയാക്കുന്നതിലെ വിജയം പോലീസിന്റെ അന്വേഷണത്തിന്റെ ശരിയായ ദിശ ബോധ്യപ്പെടുത്തുന്നത് തന്നെയാണോ? ഈ ഒരു വിഷയത്തിൽ തീർച്ചയായും അത് പോലീസിന്റെ യുക്തിക്ക് വിടുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് പറയുവാനുള്ളത്. നമ്മൾ അതിനെ, എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ അത്തരം ഒരു ചർച്ച പോലും അനാവശ്യമായി അല്ലേ എന്നെനിക്ക് ഈ നമ്മുടെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് അജിത്തിന്റെ സംസാരത്തിൽ നിന്ന് തോന്നുകയാണ്. നമ്മൾ ഇതൊന്നും അസ്യൂം ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതിങ്ങനെ ആയാൽ അത് അങ്ങനെ ആവില്ല എന്നൊന്നും പറയേണ്ട അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. എന്റെ അഭിപ്രായത്തിൽ അന്വേഷണം ശരിയായ ദിശയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പോലീസിനെ നമ്മൾ അതിന്റെ വഴിക്ക് വിടുക. പക്ഷേ അത് പറയുമ്പോഴും എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ചെറിയ ഒരു എല്ലാ സാധാരണ മനുഷ്യന്റെയും മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കണം. അത് മറ്റൊന്നുമല്ല,
ഇത്ര വലിയൊരു കേസിന് ഒരു പ്രതിയായി പിടിച്ച ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി, ആ അപ്പുണ്ണിയുടെ മേലെ ഒരു കണ്ണ് പോലീസിന് വേണ്ടായിരുന്നു. അറിയില്ല പോലീസ് കസ്റ്റഡിയിലുണ്ടോ, പോലീസിന്റെ നിരീക്ഷണത്തിൽ അദ്ദേഹം ഉണ്ടോ, എവിടെയാണ്. ഇപ്പൊ പറയുന്നത് അദ്ദേഹം സംസ്ഥാനം വിട്ടു എന്നൊക്കെയാണ് റിപ്പോർട്ട് വരുന്നത്. പക്ഷെ എന്തു തന്നെ ആയാലും അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു. പക്ഷെ ക്ലവറായിട്ടുള്ള പോലീസ് അതും അങ്ങനെ ഒരു സ്റ്റോറി കൊണ്ടുവരുന്നതാണോ എന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ വിഷയം, ഈ സുനിലിന്റെ വക്കീൽ, ആ വക്കീൽ പ്രതീഷ് ചാക്കോ എന്ന മറ്റാന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹവും ഇപ്പോൾ അബ്സ്കോണ്ടിങ് ആണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ കാണാനില്ലെന്നാണ് പറയുന്നത്. ഈ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളാണ് അവരുടെ മേലെ അവര് കുറ്റം ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവര് ഈ കേസിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ടാളുകളുടെ ഏറ്റവും അടുത്ത ആളുകളാണ്. അപ്പൊ അവരുടെ മേലെ എന്തുകൊണ്ടാണ് ഒരു കണ്ണില്ലാതെ പോയത് എന്നുള്ളത് ഒരു സ്വാഭാവികമായ ഒരു സംശയം മാത്രമാണ്. നാട്ടിലുള്ള എല്ലാവർക്കുമുള്ള ഒരു സംശയം ഞാൻ ഇവിടെ ഉയർത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നാലും മുഖ്യമന്ത്രി അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആരായിരുന്നാലും എത്ര വലിയ ആളായിരുന്നാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും, അങ്ങനെ വന്നാൽ അത് ശിക്ഷിക്കപ്പെടുമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോലീസിന്റെ തെളിവുകൾ സംഘടിപ്പിക്കുന്നതില്, അല്ലെങ്കിൽ അവരിപ്പോ സ്വീകരിച്ചിട്ടുള്ള അവരുടെ കൈവശമുള്ള തെളിവുകൾ എത്രമാത്രം ഉപയോഗപ്പെടും നമ്മുടെ നടനെ ഒരു കുറ്റവാളി എന്ന് സ്ഥാപിക്കുന്നതിന്, അതൊക്കെ ആ കാര്യങ്ങൾ പോലീസിന് വിടുക എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് അതായത് ഇരയ്ക്ക് നീതി കിട്ടുക എന്ന ഒരൊറ്റ പക്ഷം മാത്രമേ തനിക്കുള്ളൂ, അത് മാത്രമാണ് മുൻവിധിയായുള്ളത്. അതിനപ്പുറത്തേക്കില്ലെന്നാണ് ശ്രീമതി ആനി രാജ പറഞ്ഞത്. കൃത്യമാണ്, സമയബന്ധിതമായി അതങ്ങനെ അജിംഷാദ്, അതൊരു കാര്യം കൂടിയുണ്ട്. അതിന് 25 വർഷക്കാലം ആ സർവൈവർ വെയിറ്റ് ചെയ്യാൻ ഇടവരരുത് എന്നുള്ളത് കൂടി നിർബന്ധമാണ്. നീതി ലഭിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ സമയബന്ധിതമായി നീതി ലഭിക്കുക എന്നുള്ള വിഷയമുണ്ട്. തീർച്ചയായും അത് ശരിയാണ്. ശ്രീ ഷോൺ ജോർജ് ലൈനിലുണ്ടെങ്കിൽ, ശ്രീ ഷോൺ ജോർജ്. അതായത് ഇവിടെ താങ്കളും താങ്കളുടെ പിതാവും പൊതുപ്രവർത്തകനുമായ PC ജോർജും ഒക്കെ വളരെ ശക്തമായി ഇതിൽ ചില കാര്യങ്ങളുണ്ട്, ചില കല്ലുകടികളുണ്ട് എന്ന് പറഞ്ഞ് സമൂഹത്തിലേക്ക് ധൈര്യമായി എത്തിയതാണ്. വളരെ ആർജവത്തോടുകൂടി കാര്യങ്ങൾ പറയുന്ന ആളാണ് PC ജോർജ്. കഴിഞ്ഞ നമ്മുടെ ചർച്ചയിൽ തന്നെ PC ജോർജ് അത് വ്യക്തമാക്കിയതാണ്. ഉദാഹരണത്തിന് സോളാർ കേസ് ഉണ്ടാകുന്ന സമയത്ത് PC ജോർജിനോട് ചോദിക്കുകയാണ്, സരിതയെ അറിയാമോ? അപ്പോൾ PC ജോർജ് പറയുന്നു, സരിതയെ അറിയാമെന്ന് മാത്രമല്ല, സരിത 2 തവണ എന്നെ കാണാൻ എത്തിയിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് സരിത ചോദിച്ചതും പറഞ്ഞതും, പക്ഷേ ഞാൻ ആ സ്ത്രീയെ ഒഴിവാക്കി. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഒരു നിഷ്പക്ഷ മാധ്യമപ്രവർത്തകർക്കറിയാം, കൃത്യമാണ് PC ജോർജിന്റെ ഉള്ളിൽ ആ വിഷയത്തിൽ ശുദ്ധമാണ് എന്ന്. പക്ഷെ ഇവിടെ നോക്കൂ, പൾസർ സുനിയെ അറിയില്ല എന്നാണ് ദിലീപ് പറഞ്ഞത്. അവിടെ തന്നെ ദിലീപിന് എന്തോ മറച്ചു വെക്കാനുണ്ട്. ഇത്യാദി കാര്യങ്ങളാണ് ദിലീപിന്റെ കോൺസ്പിറസിയിലേക്ക് പോയത്. അത് അന്വേഷണ സംഘത്തെ ഈ ഘട്ടത്തിൽ കുറ്റം പറയാനാകുമോ എന്ന ചോദ്യത്തിന് യുക്തിയില്ലേ? എനിക്ക് ഒരു കാര്യം ആദ്യം അപേക്ഷിക്കാനുണ്ട്. പറയാനുള്ള കാര്യങ്ങൾ മുഴുവനായി പറഞ്ഞു തീർക്കാനുള്ള ഒരു അവസരം തീർച്ചയായും പറഞ്ഞോളൂ, വേഗം. മുൻവിധിയോടുകൂടി ഒരു ചർച്ച ആരംഭിക്കുകയും ആ ചർച്ച ആ മുൻവിധിക്കനുസരിച്ച് സംസാരിക്കാതെ പോകുമ്പോൾ ബഹളം വെക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാൻ ഒരു മിനിറ്റ് തരണം. അതായത് ഇതിനകത്ത് ഇപ്പോ ഇവിടെ ഇരുന്ന എനിക്ക് കൃത്യമായി ക്ലിയർ അല്ലായിരുന്നു ആരാ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഇരയ്ക്ക് നീതി കിട്ടണം എന്ന അഭിപ്രായത്തോട്ട് കേരള സംസ്ഥാനത്ത്, എന്തിന് ദിലീപിന്റെ കുടുംബത്തിന് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. ഈ കേരള സംസ്ഥാനം ഒന്നടങ്കം ഇരയ്ക്ക് നീതി കിട്ടണമെന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ്. പക്ഷെ ഇതിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെയും ഞങ്ങളൊക്കെ ചാടി ഇറങ്ങാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഞങ്ങളുടെ ഉള്ളിന് മാത്രമല്ല 99.99% ആളുകളും ദിലീപ് കുറ്റക്കാരനാണെന്നും ഇയാളെ ശിക്ഷിക്കപ്പെടണമെന്നും ആഗ്രഹിച്ചിരുന്ന ആദ്യത്തെ ആ ഒരു ദിവസം ഞങ്ങളും അതുപോലെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പിന്നീട് നടപടികൾ മുമ്പോട്ട് വന്നപ്പോ ആരൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി ഒരാളെ മനഃപൂർവ്വം ട്രാപ്പ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് മാത്രമല്ല കേരള സമൂഹത്തിന് മുഴുവൻ തോന്നലുണ്ടാക്കിയപ്പോ അതിന് ഞങ്ങളെ ഉൾപ്പെടെ മോശക്കാരാക്കാൻ വേണ്ടി പറഞ്ഞു പെയ്ഡ് PR ആണ്. ഒരു ചാനൽ PC ജോർജ് ചോദിച്ചു, താങ്കൾക്ക് ഈ കൊട്ടേഷന് എന്ത് ലഭിച്ചു എന്ന്. അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞ്, എനിക്കൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്, അത് ദൈവത്തിന്റെ കൊട്ടേഷനാണ്. PC ജോർജ് ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും മാറിയിട്ടില്ലെന്ന്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ദിലീപിന് പ്രതി സിം കാർഡുകൾ ഈ
ചിത്രങ്ങൾ അടങ്ങിയ സിം കാർഡുകൾ കൈമാറി എന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം പോലീസ് പറയുന്നു. ഇന്നലെ അഡ്വക്കേറ്റിന്റെ കയ്യിൽ നിന്ന് അതേ മെമ്മറി കാർഡ് കളഞ്ഞു കിട്ടിയത് ദിലീപിനെ ഏൽപ്പിച്ച മെമ്മറി കാർഡ് എങ്ങനെ അഡ്വക്കേറ്റിന്റെ കയ്യിലുണ്ട്? ആ അഡ്വക്കേറ്റിന്റെ ഇന്ന് അദ്ദേഹം ബാർ കൗൺസിലിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഹൈക്കോടതി എന്നുള്ള എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒന്നും പിടിച്ചെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹവുമായിട്ട് ഇന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടി. ആ വ്യക്തി അദ്ദേഹത്തിന്റെ കൂടെയുള്ള സീനിയർ അയാൾ പറഞ്ഞു, ഒരു സാധനവും ഈ വ്യക്തിയുടെ നിന്ന് പിടിച്ചെടുത്തിട്ടില്ല. എന്തിനാണ് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കേണ്ട, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന പോലീസ് ഒരാളെ പ്രതിയാക്കുവാൻ വേണ്ടി എന്തിനാണ് ഇത്രയും തരം താഴ്ന്ന? നമ്മൾ അദ്ദേഹം പ്രതിയാണെങ്കിൽ അയാളെ ശിക്ഷിക്കണമെന്നുള്ള അഭിപ്രായത്തിൽ ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ശരിയാണ് ഷോൺ ശരിയാണ്, അത് ശരിയാണ്, അത് നമുക്കും അത്തരത്തിൽ അഭിപ്രായം തന്നെയാണ്. പക്ഷേ ഒരു പ്രതിയെ പ്ലേസ് ചെയ്യുന്നതിന് ചില കാര്യങ്ങളുണ്ട്, അതിന്റെ നടപടിക്രമങ്ങളുണ്ട്, അതിങ്ങനെയൊക്കെയാണ്, ആ രീതിയിലേക്കാണ് പോകുന്നത്. നേരത്തെ ശ്രീ ഭാസുരേന്ദ്ര ബാബു സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് പൾസർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന പരാതി കൊടുക്കുന്ന ഘട്ടത്തിൽ ദിലീപിന്റെ കയ്യിൽ നിന്ന് ഒരു സ്കിപ്പ് വരുന്നു. അതായത് 2 കോടി എന്ന വാദം അതൊരിക്കലും ആ പരാതിയിൽ പറഞ്ഞിട്ടില്ല. നമ്പർ 1. നമ്പർ 2, ആൻഡ്രോ ജോസഫ് വിളിക്കുന്ന ഘട്ടത്തിൽ 12 സെക്കൻഡുകൾ മാത്രമാണ് ദിലീപ് സംസാരിച്ചത്. ഇത്രയേറെ അടുപ്പമുള്ള ഒരു നടി പീഡിപ്പിക്കപ്പെട്ട വിഷയത്തിൽ 12 സെക്കൻഡ് കൊണ്ട് ആ കോൺവെർസേഷൻ തീർന്നു എന്നുള്ളത്, 13 മണിക്കൂർ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അദ്ദേഹം ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത്, ഇങ്ങനെ നിരവധി കാരണങ്ങൾ ദിലീപിനെതിരെ എത്തുന്നു. പൾസർ സുനിയെ അറിയില്ല എന്ന് നേരത്തെ ഞാൻ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ കാര്യം അതാണ്. പൾസർ സുനിയെ അറിയേയില്ല എന്നെന്തിന് ദിലീപ് പറഞ്ഞു? ദിലീപിന്റെ പിന്നിലുള്ള ചിത്രങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ദിലീപുമായി ബന്ധമുള്ളവരുമായി പൾസർ സുനിക്ക് ബന്ധമുണ്ട് എന്ന് വരുന്നു. ഇതൊക്കെ പോരെ ഈ അന്വേഷണ ഘട്ടത്തിൽ ഒരാളെ പിടിക്കാൻ? ബാക്കിയുള്ള ഷോൺ ജോർജ് സൂചിപ്പിച്ചത് പൊതുസമൂഹം പുലർത്തേണ്ട മാന്യതയാണ്. ദിലീപിനെ പൂർണ്ണമായും കൈവിലങ്ങ് അണിയിച്ച് അഴിക്കുള്ളിൽ എത്തിക്കുന്ന ജുഡീഷ്യറിയുടെ അന്തിമ തീരുമാനം വരുന്നത് വരെ ദിലീപ് കുറ്റവാളിയാകരുത് എന്ന ആ അവബോധം ഒരുപക്ഷെ പൊതുജനത്തിന് മുഴുവനായി ഉണ്ടാകണമെന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അത് സാധാരണഗതിയിൽ നാം അങ്ങനെ വരണം. ഓക്കെ, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചുകൊള്ളട്ടെ, ഈ പൊതുജനം 100% ദിലീപിനെതിരായി നിന്ന് ഈ പൊതുജനം എന്തുകൊണ്ട് ഒരു ചെറിയ ശതമാനമെങ്കിലും ഇന്ന് ദിലീപിന് അനുകൂലമായി ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ മാത്രം പോലീസിന്റെ കയ്യിൽ ഇതിനകത്ത് എന്തോ അതാണ് അത് ഷോൺ ജോർജ് പറഞ്ഞതിലെ ആ യുക്തി നമുക്കൊന്ന് പരിശോധിക്കാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, PR ഏജൻസിക്ക് കൊടുത്തത് കൊണ്ടാണ് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ബൂം ദിലീപിന് അനുകൂലമായി ഉണ്ടായതെന്ന് താങ്കൾ പറയരുത്. പക്ഷെ ഷോൺ ജോർജ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. അതായത് ഈ നടപടിക്രമം ഒരുപക്ഷെ സ്റ്റോക്ക്ഹോം സിൻഡ്രോം, അതായത് പീഡിപ്പിക്കപ്പെട്ടവനോട് പോലും അതായത് സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് കിഡ്നാപ്പ് ചെയ്തു ഒരാൾ, അയാളോട് ആ കിഡ്നാപ്പിന് വിധേയമായവർക്ക് ഒരു സ്നേഹം തോന്നി. ആ സിൻഡ്രോം തന്നെയാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ പിടിയിലായി എന്നത് കൊണ്ട് ആണ് ദിലീപിനോടൊരു സഹതാപം തോന്നിയതെന്ന് പറയാനാകില്ല. ചില കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത് ഷോൺ ജോർജ് പറഞ്ഞതും PC ജോർജ് പറഞ്ഞതും ഒക്കെയായി ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഈ പൊതുജന പിന്തുണ പിന്നീട് 2ാമത്തെ ഘട്ടത്തിൽ ദിലീപിന് കിട്ടിയത് എന്ന് വാദിക്കുന്നത് ശരിയല്ലേ? അല്ല, ഷോൺ ജോർജ് പറയുമ്പം അത് ഫാക്ച്വലായിരിക്കണം, അതിന് കുഴപ്പമില്ല. ഫാക്ച്വലായിട്ട് സാധാരണഗതിയിൽ ജനങ്ങൾക്ക് ദിലീപിനോടുള്ള പ്രതികരണം എന്ന് ചോദിച്ചാൽ അയാളെ കൊണ്ടുപോകുന്നിടത്ത് കിട്ടുന്ന കൂക്കുവിളി തന്നെയാണ്. അവിടെ സ്നേഹമായ പെരുമാറ്റമല്ലല്ലോ നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുക. ഇങ്ങനെയാണ് സ്നേഹം പ്രകാശിപ്പിക്കുന്നതെങ്കിൽ സ്നേഹത്തെ സംബന്ധിച്ച് മലയാളിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് കൂടി പറയേണ്ടി വരും. കൂക്കുവിളി തീർന്നോട്ടെ. ഒരു കാര്യം കൂടി, അല്ല ദിലീപേട്ടാന്ന് പറഞ്ഞ് അവരോട് തിരിച്ചദ്ദേഹം പ്രതിഅഭിവാദ്യം ചെയ്യുന്നുണ്ട്. പൊതുവിൽ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് പൊതുവിൽ ലഭിച്ചിരിക്കുന്നത് കൂക്കുവിളി ഉണ്ടായിട്ടുണ്ട്. അതില്ലാന്ന് ആരും പറയരുത്. കാര്യം നമ്മൾ അതിന്റെ ഓഡിയോ കേൾക്കുന്നുണ്ടല്ലോ. മറ്റൊരു കാര്യം, അത് ആളുകളുടെ സ്വാഭാവിക കാര്യങ്ങളാണ്. ഞാൻ അത് ഗൗരവതരമായ ഒരു സിദ്ധാന്തമായിട്ടൊന്നും എടുക്കുന്നില്ല. മറ്റൊന്ന്, സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോളുകളാണ്. ആ ട്രോളുകളൊക്കെ കൃത്യമായി സൃഷ്ടിക്കുക. കാരണം സംഘപരിവാരികൾ ഏതൊക്കെ തരത്തിൽ ട്രോളുകളാണ് കൊണ്ടുവരുന്നത്? എവിടെയൊക്കെയുള്ള ചിത്രങ്ങളെടുത്ത് ഇവിടെ ആ കൊളാഷ് ഉണ്ടാക്കി തരുന്നില്ലേ? ചിത്രകലവികൾ തരുന്നില്ലേ? തീർച്ചയായും കൃത്യമായും ഈ സോഷ്യൽ മീഡിയയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ PR-കളെ അന്വേഷിച്ച് പോലീസ് പോയ കാര്യവും ഈ കുറ്റാന്വേഷണത്തിൽ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് കൃത്യമായും സോഷ്യൽ മീഡിയയിലെ സപ്പോർട്ടിന്റെ തെളിവായി എടുക്കാനാകില്ല. കാരണം അതിന്റെ പിന്നിൽ ആളുകൾ ഉണ്ടാകണമെന്നില്ല, മറിച്ച് കൂവിയവർ ആളുകൾ തന്നെയാണ്. തീർച്ചയായും ആ കൂവി വിളിച്ചത് മറ്റൊരു മാനത്തിലുമുണ്ട്. ദിലീപേട്ട എന്ന് കൂവി വിളിച്ചവരോട് പ്രതിഅഭിവാദ്യം ചെയ്തില്ലേ ശ്രീ ഭാസുരേന്ദ്ര ബാബു? അതിനെ കൃത്യമായി മറയ്ക്കാൻ ശ്രമിക്കുകയാണോ?
അങ്ങനെയൊക്കെ വാദിക്കാം. തീർച്ചയായും. ശ്രീ റജി ലൂക്കോസ്, സജി നന്ദിലത്ത് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയാണ്. സജി നന്ദിയത്ത് ഉണ്ടോ ടെലിഫോൺ ലൈനിൽ? ശ്രീ സജി നന്ദിയത്ത് എവിടെ? ശ്രീ സജി നന്ദിയത്ത്. തീർച്ചയായും റജി ലൂക്കോസ്, തീർച്ചയായും ശ്രീ സജി നന്ദിയത്ത്, അതായത് ഈ ഘട്ടത്തിൽ ഉയരുന്ന ഒരു കാര്യം ഇതാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു ഒക്കെയാണ് പ്രധാനമായും അത് ഉന്നയിച്ചത്. അതായത് പൾസർ സുനി എന്ന അധമനായ ഒരു ക്രിമിനൽ നടന്നു പോകുമ്പോൾ പറയുന്നു ഇത് പാതി വഴിയിലേ ആയിട്ടുള്ളൂ, ബാക്കിയുള്ളവ ആലുവയിലെ VIP-യോട് ചോദിക്കൂ, പിടിയിലായ VIP-യോട് ചോദിക്കൂ എന്ന്. സ്വാഭാവികമായി ദിലീപിലേക്ക് ചോദിക്കൂ എന്നുള്ളതാണ് പൾസർ സുനി ഉദ്ദേശിച്ചത്. അത് വളരെ കാവ്യാത്മകമായിട്ടാണ് പൾസർ സുനി പറഞ്ഞത്. ആ പൾസർ സുനിയുടെ സ്വഭാവവും അത് പറഞ്ഞ സ്വഭാവവും പരിഗണിക്കുമ്പോൾ പകുതിയേ ആയിട്ടുള്ളൂ, പകുതി പണമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി പണം ഇനി വേണം എന്നതിന്റെ സൂചന കൂടിയാണെന്നാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിൽ? അല്ല, അതിന് പല രീതിയിലുള്ള അർത്ഥമുണ്ട്. 3 അർത്ഥമുണ്ട്. ഒന്ന്, പറഞ്ഞത് പൾസർ സുനി ആയതുകൊണ്ട് അത് എങ്ങനെ വിശ്വസിക്കും എന്നുള്ള അർത്ഥമുണ്ട്. 2, പണത്തിന്റെ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒരു അർത്ഥം വരാം. അതല്ലെങ്കിൽ ഇനിയും പ്രതികൾ ഇതിനകത്തുണ്ട് എന്നായിരിക്കാം. അങ്ങനെ 3 തരത്തിലാവാം അല്ലേ? അതെ. പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ആദ്യമേ ഇത് പറഞ്ഞില്ല, രണ്ടാമതും പറഞ്ഞില്ല. ഇപ്പോൾ ഈ സമയത്ത് പറഞ്ഞത് എന്ത്? അതാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. പോലീസ് പ്രതിയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു മാതൃകാ പൗരന്മാരെ വിശ്വസിക്കണം. പോലീസ് പറഞ്ഞാൽ പ്രതിയാണ്, കുറ്റവാളിയാണെന്ന് പറയുന്നത് കോടതിയാണ്. അത് ആ സമയം വരെ ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞത് ആ ദിലീപിന് ഒരു എന്താ പറഞ്ഞത് സംശയത്തിന് ആനുകൂല്യം നൽകണം. 3, ദിലീപ് ഇപ്പോഴും പറയുന്നു ഞാൻ ഈ പൾസർ സുനി അറിയില്ല, എനിക്ക് ഇതിനകത്ത് ഒരു ബന്ധമില്ല, എന്നെ കൂട്ടിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത്? നമുക്ക് വിശ്വസിക്കേണ്ടത് പോലീസ് പറഞ്ഞതാണ്. പക്ഷേ അത് ദിലീപ് നിരപരാധിയായി തെളിയിക്കപ്പെടുന്നത് എവിടെയാണ്? കോടതിയിലാണ്. അപ്പോൾ എന്തായാലും അതിന് വരും ദിവസങ്ങളിൽ അതിന് ഒരു ഉത്തരം നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പിന്നെ ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടു, ദിലീപിനോട് ആ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴുണ്ടായ ഒരു ദേഷ്യം കേരള ജനതയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് പയ്യെ ഒരു ദേഷ്യം ഇല്ലാത്തൊരവസ്ഥ. കാരണം ദിലീപ് ഉണ്ടോ ഇല്ലയോ എന്നൊരവസ്ഥ പലരും സംസാരിക്കുന്നുണ്ട്. നമ്മുടെ പൊതുവിനെ പലരും സംസാരിക്കും. അപ്പോ ദിലീപ് ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് അറിയാതെ ജനം ഒരുതരം പ്രത്യേകതരം മാനസികാവസ്ഥ ജനമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെല്ലാം ഉത്തരം വരേണ്ടത് കോടതിയിലെ നമ്മുടെ വിചാരണ വേളയിലാണ് അതിനൊക്കെ ഉത്തരം കിട്ടുന്നത്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ പറ്റും? കാരണം പോലീസ് പറഞ്ഞതായ ഒരു ഭാഷ്യങ്ങളും നമ്മുടെയോ നിങ്ങളുടെയോ ആരുടെയും മുമ്പിലില്ല. ഞങ്ങൾ സംസാരിക്കുന്നത് പക്ഷേ ആ ഭാഷ്യമില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ദിലീപിനെ പോലെ ഒരു പ്രമുഖനെ ചുമ്മാതെ ഇത്രയേറെ കൃത്യതയില്ലാതെ പോലീസ് പിടിക്കുമോ എന്ന യുക്തിയാണ് ജനങ്ങളെ ഭരിക്കുന്നത്, ഒരു വിഭാഗത്തെങ്കിലും. ശരിയാണ്, ദിലീപിന് ആദ്യഘട്ടത്തിലുള്ള വിരോധം പിന്നീട് രണ്ടാമത്തെ ഘട്ടത്തിൽ സോഷ്യൽ മീഡിയയൊക്കെ നിരീക്ഷിക്കുമ്പോൾ മാറിയിരിക്കാം. ശ്രീ സജി, സ്വാഭാവികമാണ്. അപ്പൊ ഈ പറഞ്ഞത് ശരിയാണ്. ദിലീപിനെ പോലെ ജനപ്രിയനായ നടനെ ഒരു കാരണമില്ലാതെ നമ്മുടെ പോലീസ് പിടിക്കുമ്പോൾ തീർച്ചയായും ശ്രീ റജി ലൂക്കോസ്, അങ്ങനെയല്ലേ പൊതുജനം? ഒരുപക്ഷെ ഇത്രയേറെ വലിയ ഉത്തരവാദിത്വപ്പെട്ട ഒരു സ്റ്റാർ, ആ സ്റ്റാർ ഒരുപക്ഷെ പൂർണ്ണമായും നീതിയിൽ ശിക്ഷിക്കപ്പെടേണ്ട ആളാകണമോ എന്നുള്ളതിന് സമയമായിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും പോലീസിന്റെ അറസ്റ്റ് ഒരുപക്ഷെ ജനങ്ങൾക്ക് ആ രീതിയിലേക്കൊക്കെ ചർച്ച ചെയ്യുന്നതിനും ആ രീതിയിൽ കുറ്റാരോപിതനാണ്, കൈവിലങ്ങ് പൂർണ്ണമായിട്ടില്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പക്വത കേരളത്തിൽ മുമ്പെങ്ങാനും കണ്ടിട്ടുണ്ടോ? ഈ കേസിൽ മാത്രം ഉണ്ടാകണമെന്ന് നമ്മൾ ശഠിക്കുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും അങ്ങനെ ശഠിക്കുന്നത് ശരിയല്ല. തന്നെയല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളം അന്ന് വിഷ്വൽ മീഡിയ ഇല്ലാത്ത ഘട്ടത്തിലും കേരളത്തിലെ പല കേസുകളും, അതായത് ചാരക്കേസ്, കെ കരുണാകരൻ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് പുനർജന്മം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഇപ്പോൾ പൂമാലിട്ട് ഈ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുക. അന്ന് കേരളത്തിലെ പല മാധ്യമങ്ങളും അദ്ദേഹത്തിനെ കുറിച്ച് പരമ്പര എഴുതുകയും പിന്നെ മറിയം റഷീദയുടെ ചരിത്രങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാലിയിലൊക്കെ പോയി ഇദ്ദേഹത്തിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. െ അപ്പോൾ കേരള പൊതുസമൂഹം എന്ന് പറയുന്നത് പോലീസ് കൊടുക്കുന്ന ഭാഷകൾക്ക് അനുസൃതമായ രീതിയിൽ പോകും. എനിക്ക് പക്ഷെ പറയാനുള്ള ഒരു വ്യത്യസ്തമായ കാര്യം, അതായത് ഈ രണ്ടുപേരും, ഈ പീഡിപ്പിക്കപ്പെട്ട നടിയും നേരത്തെ മഞ്ജുവാരനെ സാക്ഷിയാക്കി എന്നുള്ളൊരു അജിംഷാദോട് ചർച്ചയിൽ പറഞ്ഞല്ലോ, ഈ രണ്ട് നടികളുടെ നിലപാടിൽ മാറ്റം വന്ന ഒരു കേരളം കണ്ടു. എന്താ അറിയോ, ഈ പറയുന്ന നടി, ഈ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടി കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് കേരളീയ സമൂഹത്തിന് ഇത്രയും, കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് ഇത്രയും ഭീതിജനമായിട്ടുള്ള സംഭവം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട സിനിമാ മേഖലയിൽ നിന്നുണ്ടായത്. പക്ഷേ ആ നടി ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തതിന്റെ രണ്ടാമത്തെ ദിവസം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള ഒരു കാര്യം പറയാം, വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. എന്താ അറിയോ, അതായത് പോലീസ് ഈ ദിലീപിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ മുഖ്യമായിട്ടും 69 or 65 കോടി രൂപയുടെ സ്വത്ത് തിരിച്ചു കിട്ടാത്തതിന്റെ പേരിൽ ഈ നടിയെ കിഡ്നാപ്പ് ചെയ്തു കൊട്ടേഷനിലൂടെ എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞു. പോലീസ് പറഞ്ഞു അതൊക്കെ അല്ലത് കേട്ടോ, അത് പോലീസ് പറഞ്ഞല്ല, മാധ്യമങ്ങൾ പറഞ്ഞ. അപ്പോൾ ഉടനെ മാധ്യമങ്ങൾ പറഞ്ഞു അതിൽ അയാൾ പതറായിരുന്നപ്പോഴത്തേക്ക് അതിന്റെ ഡോക്യുമെന്റ്സ് കാണിച്ചെന്ന് പറഞ്ഞു.
എന്നാൽ ഈ നടി പറഞ്ഞ എന്താ അറിയോ, ഞാൻ അത് ആ നടി ദിലീപേട്ടനാ വിളിച്ചത്. അതൊന്ന് പൂർത്തീകരിക്കണം. ദിലീപ് ഏട്ടനുമായിട്ട് ഞാൻ ഒരു സാമ്പത്തിക ഇടപാടും ഇല്ല. രണ്ടാമത് പറഞ്ഞാൽ എനിക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ഇല്ല. ഈ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ നടി തൊടുപുഴ അടുത്തങ്ങാണ്ട് ലൊക്കേഷനിൽ വെച്ച് അവർ പൊട്ടിക്കരിഞ്ഞു, എനിക്കറിയാവുന്ന ദിലീപ് ഏട്ടൻ ഇത് ചെയ്യത്തില്ല എന്ന്. അപ്പോൾ അവിടെ ആ സാക്ഷിപ്പട്ടികയിൽ വരുന്ന മഞ്ജു വാര്യരുടെ നിലപാട് കേരളം തിരിച്ചറിഞ്ഞു. ഇനി മഞ്ജു വാര്യർ എന്തായാലും അതാണ് ശ്രീ ബാസുരേന്ദ്ര ബാബു. അതായത് ദിലീപിനെ പിടിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്ന കുറ്റക്കാരനാകാം, അതിനുള്ള സാധ്യതയില്ലാതെ പോലീസ് പിടിക്കില്ലല്ലോ എന്ന് പറയുന്ന സാധുതകൾ പോലെ തന്നെ അല്ല അതുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ ഓക്കെ താങ്കൾ പറഞ്ഞു തന്നെ. പക്ഷേ അടിസ്ഥാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇതുമില്ലേ പ്രചരിപ്പിക്കപ്പെട്ടതും ദിലീപിനെതിരെ ഉയർത്തിയതുമായ കാര്യങ്ങളും ഈ ഘട്ടത്തിൽ ഇരയായ നടിയുടെ തന്നെ വാക്കുകൾ കൊണ്ട് പൊളിഞ്ഞിട്ടില്ലേ? അപ്പോൾ ദിലീപിനും ആ അർത്ഥത്തിൽ ആനുകൂല്യം കിട്ടണ്ടേ? നടിയുടെ വാക്കുകളിൽ തന്നെ പേഴ്സണൽ റിവെഞ്ച് വെൻഡേറ്റ എന്ന കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും അതിലേക്ക് വരാവുന്ന തരത്തിൽ ഇദ്ദേഹം തന്നെ സംസാരിച്ചിട്ടുമുണ്ട്. തീർച്ചയായും. പിന്നെ പുതിയതായി ഇപ്പോൾ വന്നിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ താങ്കൾ സൂചിപ്പിച്ച എല്ലാ ഫ്ലോയും പിന്നെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളൂ. ഇപ്പൊ ആളൂർ എന്ന ഒരു വക്കീൽ കൂടി, വക്കീലെന്നൊക്കെ വിളിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരൊറ്റ കേസുകൾ തെളിയിച്ചായിട്ട് നമുക്കൊന്നും അറിയില്ല. ഏതായാലും ഇപ്പം രാംകുമാർ, അജിത് ശാസ്തമംഗലം തുടങ്ങിയ ആൾക്കാരെ പോലെ അല്ലല്ലോ ആളൂരിനെ കാണേണ്ടത് നമുക്ക് പ്രജീഷ് ചാക്കോയെ പോലെയുള്ള ആൾക്കാരായിട്ട് നമുക്ക് സമീകരിക്കാവുന്നു. ഇന്ന് സംഭവിച്ചൊരു വലിയ അത്ഭുതകരമായ ഒരു പൊരുത്തമുണ്ട്. എങ്ങനെയാ അടുത്ത തവണ ഈ ഇദ്ദേഹത്തെ പൾസർ സുനിയെ ഹാജരാക്കേണ്ടത് 1-ാം തീയതിയാണ്. 1-ാം തീയതി റിമാൻഡ് ചെയ്യാം. 1-ാം തീയതിയാണ് കോടതി കൊണ്ടുവരേണ്ടത്. പക്ഷേ 25-ാം തീയതി അദ്ദേഹത്തിന് ഒരു മൊഴി മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്ന് ആളൂര് പറയുന്നു. 25-ാം തീയതി മൊഴി കൊടുക്കും എന്ന് വക്കീൽ പറയുകയും പാതി കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ എന്ന് പൾസർ സുനി പറയുകയും VIP ബാക്കി പറയും എന്ന് കൂടി പറയുകയും ചെയ്യുമ്പോൾ 25-ാം തീയതിക്ക് മുമ്പൊക്കെ എന്തൊക്കെ ആണോ? ശ്രീ അജിത് ശാസ്തമംഗലം 10 സെക്കൻഡ് കൊണ്ട് ദയവായി താങ്കൾ മറുപടി പറയണം. ആ ആളൂരിന്റെ അങ്ങനെ ഒരു നീക്കത്തിൽ അത്തരത്തിലൊരു കുബുദ്ധി ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, നല്ലൊരു അഭിഭാഷകൻ എന്നുള്ളതിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ കേസിന്റെ മുഴുവൻ നാൾ വഴികളെയും പരിശോധിക്കുമ്പോൾ ചുരുങ്ങി 10 സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് പ്ലീസ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരട്ടെ. പൾസർ സുനി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആളൂർ പറഞ്ഞതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് വരട്ടെ. ആ സ്റ്റേറ്റ്മെന്റ് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കുന്നതല്ലേ ഭംഗി. തീർച്ചയായും. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഒരു പോലീസ് കേസിനകത്ത് ഒരേ സമയം ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടെ ഒരുമിച്ച് ഒഴിക്കാൻ പറ്റില്ല. അതെ അതെ, ആ പറഞ്ഞതിന് പിന്നിൽ സിംബോളിക്കായ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് പ്രേക്ഷകർ വിവക്ഷിച്ചെടുക്കട്ടെ. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.